നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്ത ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊരു ചോദ്യപേപ്പർ ചോർച്ചയുടെ കാരണം കൊണ്ടാണ് നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഒരുപാട് കുട്ടികളെ ഓൾമോസ്റ്റ് 23 ലക്ഷം കുട്ടികൾ ഈ പ്രാവശ്യം എക്സാം എഴുതിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരെയൊക്കെ വലിയൊരു നിരാശയിലേക്കും വലിയൊരു രോഷത്തിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഈ എക്സാം നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോർട്ട് പറഞ്ഞിരുന്നത്. 2024 ഇതേപോലത്തെ വേറൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും ഇതേപോലെ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുടെ കാരണം കൊണ്ട് എക്സാം മാറ്റിവെക്കണോ എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അന്ന് പക്ഷെ സുപ്രീം കോടതി വിധിച്ചത് അത് വളരെ കുറച്ച് കുട്ടികളെ മാത്രമേ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇത് ക്യാൻസൽ ചെയ്യണ്ട എന്നുള്ളൊരു സമീപനമായിരുന്നു എടുത്തിരുന്നത്. ഇപ്രാവശ്യം പക്ഷേ എക്സാം മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഷ്യൂ ഒരുപാട് കുട്ടികളുടെ ഭാവിയും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇത് ഒന്ന് ഡീപ്പായിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദാണ്. നയനിധി പോളിസി കളക്ട് എന്ന ഓർഗനൈസേഷന്റെ കോ ഫൗണ്ടേഴ്സ് ആണ് ഞങ്ങൾ രണ്ടുപേരും. ഇന്ന് നമ്മൾ ന്യൂസിൽ ഒത്തിരി കാണുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ഇപ്പോൾ ഒരു ഓരോരോ വർഷങ്ങളായിട്ട് ഇതൊരു ആചാരമായി മാറി. ഈ സമയമാകുമ്പോൾ ഒരു പ്രത്യേക ന്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ ഇന്ത്യയിൽ വരുന്നത് ഒരു ഹാബിറ്റായി നമുക്ക് മാറിയിട്ടുണ്ട്. അത് നീറ്റ് എക്സാമിന്റെ കോൺട്രവേഴ്സിയാണ്. മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള നീറ്റ് എക്സാം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നീറ്റിലെ ചോദ്യപേപ്പർ ലീക്കായി പുറത്തു പോയി എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി വന്നു. അത് കാരണം നീറ്റിന്റെ എക്സാം തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തു. റീടെസ്റ്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഓൾമോസ്റ്റ് 25 ലക്ഷം സ്റ്റുഡൻസ്, അല്ലെങ്കിൽ 25 ലക്ഷം താഴെ സ്റ്റുഡൻസ് ഓരോ വർഷവും ഈ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നുണ്ട്, റൈറ്റ്? വെറും ആകെ ഓൾമോസ്റ്റ് 1.3 ലക്ഷം സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് 25 ലക്ഷത്തിനടുത്തോളം 23 ലക്ഷം സ്റ്റുഡൻസ് ഓരോ വർഷവും ഈ പരീക്ഷ എഴുതുന്നത്, റൈറ്റ്? അപ്പം ഭയങ്കര കോമ്പറ്റീഷനുള്ള എക്സാമാണ്. അതിനകത്ത് വെറും ഒരു 64,000 സീറ്റ്, ഞാൻ പറഞ്ഞ 1.3 ലക്ഷം സീറ്റിനകത്ത് വെറും 64,000 സീറ്റിനടുത്ത് മാത്രമേ ഗവൺമെന്റ് സീറ്റുകളുള്ളൂ, റൈറ്റ്? ബാക്കിയെല്ലാം പ്രൈവറ്റ് സീറ്റുകളാണ്. അവിടെ ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയ സീറ്റുകളാണ്, റൈറ്റ്? നമ്മൾ നമ്പർ നോക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതുന്ന ആകെ അറൌണ്ട് 2.7% സ്റ്റുഡൻസ് മാത്രം, അല്ലെങ്കിൽ ഒരു 3% താഴെ സ്റ്റുഡൻസിന് മാത്രമേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സീറ്റുകൾ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എക്സാമും ഗവൺമെന്റ് സീറ്റുകൾ കിട്ടുക എന്നുള്ളതും കുറഞ്ഞ ഫീസിൽ പഠിക്കുക എന്നുള്ളതും ഇത്രയും പേര് എഴുതുന്ന ഒരു പരീക്ഷേനകത്ത് ഈ പരീക്ഷ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലും കറപ്ഷനും പേപ്പർ ലീക്കുകളും പ്രൊഫസേഴ്സിനെ ചാക്കിടുന്ന പരിപാടിയും, ഈവൻ ഹണി ട്രാപ്പിന്റെ വരെ കേസുകൾ നമ്മൾ ന്യൂസിൽ കണ്ടു. അങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ ഇഷ്യൂ ആണ്. പല സ്റ്റുഡൻസും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അവരുടെ വർഷങ്ങൾ മാറ്റിവെച്ച് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതിനു ശേഷം അവസാന നിമിഷം ഈ പരീക്ഷ ക്യാൻസലായി എന്നറിയപ്പെടുകയാണ്. ഇതിന്റെ കൂടെ സങ്കടകരമായിട്ട് പലരും സൂയിസൈഡ് ചെയ്യുന്ന കേസുകളും അങ്ങനെ ഹോപ്പ്ലെസ് ആയി നിൽക്കുന്ന പല കേസുകളും നമ്മൾ കാണുവാനും ഇടയായി. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം, ഇതിന്റെ പുറകിലുള്ള പോളിസി പ്രോബ്ലംസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. സോ ആദ്യമായി നീറ്റ് എന്താണ്, നീറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഇപ്പം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നീറ്റ് എന്നുള്ള വാക്ക് നമ്മളധികം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീറ്റ് എന്നുള്ള സംഭവം കേട്ടിട്ടില്ല. അപ്പോൾ ഈ നീറ്റ് എവിടെ നിന്ന് വന്നു, എന്താണ് ഈ സംഭവം, എന്താണ് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസി, ഇത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സോ ആനന്ദേ, എന്താണ് നീറ്റ്, എന്താണ് നീറ്റിന്റെ ഹിസ്റ്ററി ഒന്ന് പറയാമോ? ഈ നീറ്റ് എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ് ഈ നീറ്റിന്റെ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇത് 2013 ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. അതിന് മുന്നേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാനൊക്കെ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുന്ന സമയത്തൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു AIPMT എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ. അതല്ലാതെ റീജിയണൽ ആയിട്ട് ഇപ്പൊ കേരളത്തിന് സ്വന്തം ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. തമിഴ്നാടിന് അങ്ങനെ സിമിലർ ആയിട്ടുണ്ട്. ഇപ്പോൾ പോണ്ടിച്ചേരിയിലെ ജിപ്മർ എന്ന് പറഞ്ഞ ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓരോ സ്റ്റേറ്റ്സ് നടത്തുന്ന എക്സാമിനേഷൻസും സെൻട്രലൈസ്ഡ് ആയിട്ട് AIPMT എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെൻട്രൽ കോളേജസിലേക്കൊക്കെയുള്ള അഡ്മിഷനും ഒക്കെ ആയിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോ അത് മാറ്റിയിട്ടാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സാം ആവുമ്പോൾ
എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ ആ സമയത്ത് മെഡിക്കൽ കുറെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ഒരാളായിരുന്നു. ആ ഒരു ആഹാ. ഫീൽഡിൽ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിട്ട്. അപ്പോ ഞാനൊരു 5ഓ 6ഓ ഡിഫറന്റ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. ഉം അപ്പോ ഉം. ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഡിഫറന്റ് സ്ഥലത്ത് ആപ്ലിക്കേഷൻ ഫീസ് അടക്കണം. ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ആ ഉം. സമയത്ത് ഓരോ പ്രൈവറ്റ് കോളേജസിന് അവരുടേതായ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെയാണ്. മണിപ്പാൽ ഫോർ എക്സാമ്പിൾ അവർക്ക് സ്വന്തം എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അമൃതക്ക് ഉം. അവരുടെ സ്വന്തം എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അപ്പോ ഉം. ഇതുകൊണ്ട് ഓരോ കുട്ടിയും ഒരു 6, 7 എക്സാംസ് എഴുതുക, ഓരോ സ്ഥലത്ത് പോയിട്ട് എഴുതുക, ഓരോ ഉം. ആപ്ലിക്കേഷൻ ഫീസ് വരുമ്പോ ഭയങ്കര ഒരു ഉം. കോസ്റ്റ് ഒക്കെ കുട്ടികളുടെ മേലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉം. കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, സെൻട്രലൈസ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ഉം. ഐഡിയ വെച്ചിട്ടാണ് നീറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം വരുന്നത്. ഞാൻ നേരത്തെ ഉം. പറഞ്ഞതുപോലെ 2013 ഇത് ആദ്യമായിട്ട് ഓപ്പറേഷനിലാവുന്നത്. അന്ന് കുറെ കേസുകളൊക്കെ കാരണം ഇത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. 2016 ഇത് പുനരാരംഭിക്കുന്നുണ്ട്. ഉം. 2016 ഇത് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ എക്സാം നടത്തിയിരുന്നത് CBSE ആയിരുന്നു. ഉം. CBSE ആയിരുന്നു അതൊരു 3 കൊല്ലത്തോളമൊക്കെ നടത്തിയിരുന്നത്. ഉം. 2019 ഇപ്പോ ഈ എക്സാം നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞ ആ ഒരു ഏജൻസിക്ക് ഈ എക്സാം നടത്തേണ്ട അവകാശം ലഭിക്കുന്നത്. ഈ നാഷണൽ ഉം. ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അടിയിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് ഈ ഉം. എക്സാം നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ ചെയർമാനൊക്കെ പണ്ട് UPSC ചെയർമാൻ ആയിരുന്ന ഒരാളൊക്കെയാണ് ഇപ്പോഴും. അപ്പോ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോഴും നടത്തി വരുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് JEE പോലത്തെ എക്സാമും CUT കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ആർട്സും സയൻസും കോളേജസിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അതൊക്കെ ഉം. നടത്തുന്നത്. അപ്പോ കുറേയധികം ഡിഫറെന്റ് സ്റ്റേറ്റുകളും കുറേയധികം ഡിഫറെന്റ് പ്രൈവറ്റ് കോളേജസും ഒക്കെ നടത്തുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി സെൻട്രലൈസ്ഡ് ആയിട്ട് ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നീറ്റ് വഴി ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഉം. നേരത്തെ സോനൽ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു വലിയ കോമ്പറ്റീഷൻ ആണ്. ഭയങ്കര വലിയൊരു റിസ്ക് ഫാക്ടർ ഇതിലുണ്ട്. കാരണം ഒരു ഉം. എക്സാം ആണ് ഒരു കുട്ടിയുടെ ജീവിതം മുഴുവൻ നിർണ്ണയിക്കുന്നത്. ഒരു 3 മണിക്കൂർ ഉം. എക്സാം. ആ കുട്ടി അത്രയും കാലം പ്രിപ്പയർ ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ ഈ ഒരു ഹൈ റിസ്ക് ഹൈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. ആ എക്സാം ഉം. എങ്ങനെ എഴുതുന്നു? ആ അന്നത്തെ ദിവസത്തിലെ കുട്ടിയുടെ മൂഡ് എന്താണ്? എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെ ആണ്? അതൊക്കെയാണ്. ആ ഒരു സിംഗിൾ എക്സാമാണ് ആ കുട്ടിയുടെ ഭാവി മുഴുവൻ നിർണ്ണയിക്കാൻ പോകുന്നത്. സോനൽ പറഞ്ഞതുപോലെ മെഡിക്കൽ സീറ്റുകൾ കുറവാണ്. വളരെ കുറച്ച് മെഡിക്കൽ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഹൈ സ്റ്റേക്സ്, ഹൈ കോമ്പറ്റീഷൻ, ഹൈ റിസ്ക് ഉള്ള ഒരു എക്സാം വരുമ്പോ നാച്ചുറലി ഒരു കറപ്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പലരും അങ്ങനെ ആലോചിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ എക്സാം ജയിക്കാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പൊ ഒരു ഇൻസെന്റീവും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ആരായാലും ഒന്ന് കറപ്റ്റ് ചെയ്താൽ കൊള്ളാം. ആരെങ്കിലും എവിടുന്നെങ്കിലൊക്കെ ഒരു ചോദ്യപേപ്പർ കിട്ടുമെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഉം. സോനൽ അപ്പോ ആ ഒരു ഫാക്ടറും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഇൻസെന്റീവ്? എന്താണ് ഇതിന് പുറകിലുള്ള പബ്ലിക് പോളിസി ഐഡിയ എന്നുള്ളത്? ഓക്കെ. സോ പബ്ലിക് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വരുമ്പോ പബ്ലിക് പോളിസിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് ഫ്രെയിംവർക്കുകളും ഐഡിയാസ് ഒക്കെ ആയിട്ട് ഇതിനെ ചിന്തിക്കും. ഉം. അപ്പോ ഞങ്ങളതിനെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം ഇൻസെന്റീവ്സ് എന്നുള്ളതാണ്. ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം ഇൻസെന്റീവ്സിനെ പറ്റിയുള്ള എപ്പിസോഡ് ചെയ്തിരുന്നു. അവിടെ സിവിക് സെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറപ്ഷൻ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇൻസെന്റീവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു. നിങ്ങൾക്കത് പോയി കേൾക്കുകയാണെങ്കിൽ ഇൻസെന്റീവ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ കേസിലും ഈ നീറ്റിന്റെ എക്സാമും അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രോവേഴ്സിന്റെ കേസിൽ നമുക്ക് ഇൻസെന്റീവ്സിന്റെ ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻസെന്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് എന്ത് ഗുണമാണ് അതിനകത്ത് കിട്ടുന്നത് അതാണ് ഇൻസെന്റീവ്സ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഇൻസെന്റീവ്സിന്റെ ഐഡിയ പൊളിറ്റിക്സിനകത്തോട്ടും ബ്യൂറോക്രസിനകത്തോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു തിയറിയുടെ പേരാണ് പബ്ലിക് ചോയ്സ് തിയറി എന്നുള്ളത്. റൈറ്റ്. അപ്പം പബ്ലിക് ചോയ്സ് തിയറിക്ക് പൊതുവെ ഒരു ഒരു അതിന് പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് വിത്തൗട്ട് റൊമാൻസ് എന്നാണ് പൊതുവെ പറയുന്നത്. നമ്മൾ ഐഡിയലിസ്റ്റിക് ആയിട്ട് പൊളിറ്റീഷ്യൻസിനെയോ ബ്യൂറോക്രാറ്റ്സിനെയോ ഒന്നും നോക്കാതിരിക്കുക. നമ്മള് അതിനെ അവരെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഇൻസെന്റീവ്സിന് റെസ്പോണ്ട് ചെയ്യുന്ന സാധാരണ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് അവരെ കാണുക എന്നുള്ളതാണ് പബ്ലിക് ചോയ്സ് തിയറി പറയുന്ന ഐഡിയ. അതായത് ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ കളക്ടർ നല്ലയാളാണ്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇലക്ഷൻ കമ്മീഷണർ നല്ലൊരാളാണ്, ഈ പർട്ടിക്കുലർ ചീഫ് മിനിസ്റ്റർ നല്ലയാളാണ്, ഇയാൾ മോശം ആളാണെന്ന് അങ്ങനെ ചിന്തിക്കുന്നവരും എല്ലാവരും അവരുടേതായ ഇൻസെന്റീവ്സിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം നീറ്റിന്റെ കേസിൽ നമുക്ക് ആനന്ദ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിനെ പറ്റി പറഞ്ഞു. അതിന് ചെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതിന്റെ ഒരു ടീമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറെ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, കുറെ പ്രൊഫസേഴ്സ് ഉണ്ട്, എക്സാം പേപ്പറുകൾ സെറ്റ് ചെയ്യുന്നവർ, അതിനെ ചെക്ക് ചെയ്യുന്നവരുണ്ട്, ചെക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്, ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറെ ബ്യൂറോക്രാറ്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ള, അതേസമയം പല മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെന്റ്സും അതിനായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടൊരു ഒരു സിസ്റ്റമാണ് ഈ നീറ്റ് എന്ന് പറയുന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തിലുള്ള ഓരോ ആൾക്കാരും
ബ്യൂറോക്രാറ്റ്സ് ആണ്. അവർക്കെല്ലാം ഈ പബ്ലിക് ചോയ്സ് തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരെ നമ്മൾ റൊമാന്റിക്കലി നോക്കുന്നതിന് പകരം അവർ ഇൻസെന്റീവ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് അവരെ കാണുക. റൈറ്റ്? അപ്പൊ നീറ്റിന്റെ എക്സാം നമ്മൾ ചിന്തിച്ചപ്പോൾ അതൊരു ഹൈ സ്റ്റേക്സ് എക്സാം ആണ്. ഹൈ സ്റ്റേക്സ് എന്ന് പറയുകയാണെങ്കിൽ ആനന്ദ് പറഞ്ഞ പോലെ ഈ എക്സാം ഒരാൾ എഴുതുകയാണെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറും എന്നുള്ളതാണ് നമ്മുടെ ഒരു പെർസെപ്ഷൻ. റൈറ്റ്? അപ്പം വളരെ കുറഞ്ഞ ഫീസിൽ അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ നമുക്കൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാം. അതിനുശേഷം നല്ലൊരു ജോലി കിട്ടാം. ആ നല്ല ജോലിയിൽ നിന്ന് നല്ലൊരു ശമ്പളം ഉണ്ടാക്കാം. നല്ലൊരു മാരേജ് പ്രോസ്പെക്ട് വരാം. ഇങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ ഈ ഒരു എക്സാമിനെ കാണുന്നത്. റൈറ്റ്? നൗ അതുകൊണ്ട് തന്നെ ഈ എക്സാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷേ 2% അല്ലെങ്കിൽ 3% സ്റ്റുഡൻസിന് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ് പല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. നൗ ഇതിനു വേണ്ടി സ്റ്റുഡൻസ് എന്താണ് ചെയ്യുന്നത്? അപ്പം ഈ നീറ്റ് എക്സാം കൊണ്ടുവന്നത് പല സിസ്റ്റങ്ങളെയും സെൻട്രലൈസ് ചെയ്യുക. ഗവൺമെന്റ് കോളേജുകൾ കൊണ്ടുവരുന്നത് പിള്ളേർക്ക് ചെറിയ ഫീസിൽ പഠിക്കാനുള്ള അവസരം കൊണ്ടുവരിക. മെഡിക്കൽ എഡ്യൂക്കേഷനെ നമ്മളൊരു ബിസിനസ് ആയിട്ടൊന്നും കാണാതിരിക്കുക. പക്ഷേ കോളേജിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീസും ഇതിനൊരു ബിസിനസ്സായി കാണുന്ന പരിപാടി മുഴുവൻ മാറിയിരിക്കുന്നത് ഇതിന്റെ കോച്ചിങ് മാർക്കറ്റിലേക്കാണ്. റൈറ്റ്? അപ്പം ഇതിനുവേണ്ടി പഠിക്കുന്ന കോച്ചിങ് സെന്റേഴ്സ് വളരെയധികം തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡൽഹി പോലത്തെ സ്ഥലങ്ങളിൽ പോവുക. അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം, കോഴിക്കോട് ഇപ്പോൾ ഇമർജ് ചെയ്ത് വരുന്നു. അവിടെയൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പെരുമഴയാണ്. റൈറ്റ്? അപ്പം അവിടുത്തെ പല ചെറിയ ചെറിയ ഗള്ളികൾ അല്ലെങ്കിൽ ടൗണുകൾ, സിറ്റീസ് അതൊക്കെ ഭയങ്കരമായിട്ട് റൺ ചെയ്യുന്നത് അവിടുത്തെ എക്കോണമി തന്നെ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കോച്ചിങ് സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ കോച്ചിങ്ങിന് വരുന്ന സ്റ്റുഡൻസിന്റെ അവർ മേടിക്കുന്ന സാധനങ്ങളിലൂടെയൊക്കെയാണ്. റൈറ്റ്? അവിടുത്തെ ചായക്കടയിലൊക്കെ ചിലപ്പം പോവുകയാണെങ്കിൽ അവർ നമുക്ക് നീറ്റിന്റെ സിലബസോ UPSCയുടെ സിലബസോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞു തരും. റൈറ്റ്? എല്ലാവർക്കും അറിയാം ഇത് അത്ര ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം വളരെയധികം ഫീസാണ്. അപ്പോൾ പേരൻസ് ഇത്രയും ഫീസ് കൊടുത്ത് ചിലപ്പം ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത വീടുകളിൽ നിന്ന് വരെ ഫീസ് കൊടുത്ത് സ്റ്റുഡൻസിനെ ഇവിടെ വിടുന്നത് അവര് എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് ഈ എക്സാം ക്രാക്ക് ചെയ്ത് അവരുടെ ജീവിതം സെറ്റ് ആവണം എന്നൊരു ലൈനിലാണ് അവരെ വിടുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇത്രയും ഹൈ സ്റ്റേക്സ് ആണ്. ഈ ജോലി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ജീവിതം സെറ്റായി എന്നുള്ളതാണ് ആൾക്കാരുടെ പെർസെപ്ഷൻ. മാരേജ് മാർക്കറ്റ്, സോഷ്യൽ സ്റ്റാൻഡിംഗ്, നമ്മുടെ അപ്വേർഡ് മൊബിലിറ്റി ഇതിനെല്ലാം ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്? അപ്പം ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് പേരൻസും സ്റ്റുഡൻസും ചിന്തിക്കുന്ന കാര്യം. എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ക്രാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ചീറ്റിംഗ് മെക്കാനിസം കണ്ടുപിടിക്കാൻ പറ്റുമോ. അതേസമയം ഈ എക്സാം നടത്തുന്ന ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, ബ്യൂറോക്രാറ്റ്സ്, അവര് അവരും പേരൻസിനെ പോലെ സെൽഫ് ഇൻട്രസ്റ്റഡ് ആൾക്കാരാണ്. അവർക്കും പൈസ ഒരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ വേറെ മോട്ടിവേഷൻസ് അവർക്കുണ്ട്. അപ്പം ഇവരും ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള പേരൻസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ പവറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരും ശ്രമിക്കും. റൈറ്റ്? അപ്പം ഇപ്രാവശ്യത്തെ ലീക്കിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രൊഫസേഴ്സ് അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടോ ചില പേരൻസിന്റെ പ്രഷറിനും വില്ലിംഗ് ആയിട്ടോ ഇങ്ങനെ പേപ്പറുകൾ ലീക്ക് ചെയ്ത കേസാണ് നമ്മൾ കണ്ടത്. Now, ഈ പേപ്പർ ലീക്ക് ചെയ്ത കേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ബ്യൂറോക്രാറ്റ്സ് എന്ത് ചീത്ത മനുഷ്യരാണ്, അല്ലെങ്കിൽ ഈ പേരൻസ് ബ്രൈബ് ചെയ്ത പേരൻസ് അല്ലെങ്കിൽ ഈ കൈക്കൂലി കൊടുത്ത് പേപ്പറുകളൊക്കെ ഇങ്ങനെ ചോർത്തിയെടുത്ത പേരൻസിന് നമുക്ക് അവരെന്ത് മോശം ആൾക്കാരാണെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഒരു മോറൽ ജഡ്ജ്മെന്റ് ആണ്. പക്ഷെ അതേസമയം ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ചോയ്സ് തിയറിയുടെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസെന്റീവ്സിന്റെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഹൈ സ്റ്റേക്സ് ആയ ഒരു സിസ്റ്റത്തിൽ ലൂപ്പ് ഹോൾസ് ഉണ്ടാവാനും ആ ലൂപ്പ് ഹോൾസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനും അതിനെ മുതലെടുക്കാനും ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ നീറ്റിന്റെയും NTA-യുടെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിന്റെയും ആ സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കറപ്ഷൻ ഉണ്ടാവാൻ ഉതകുന്ന ഒരു രീതിയിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞങ്ങളൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. കഴിഞ്ഞ കൊല്ലം നീറ്റിന്റെ ഈ പ്രശ്നം വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ഞങ്ങളൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതേ ആർട്ടിക്കിൾ നമ്മളിപ്പം വായിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് എഴുതിയ പോലെയാണ് ആ ആർട്ടിക്കിൾ. റൈറ്റ്? അപ്പോൾ കഴിഞ്ഞ അതേ വർഷത്തെ പ്രശ്നങ്ങൾ തന്നെ ഈ വർഷമുണ്ട്. സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളുടെ പ്രശ്നമല്ല, ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ സ്റ്റേക്സ് ഈ സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിനകത്ത് ഇൻസെന്റീവ്സിന് ആൾക്കാർ അവരുടെ ഇൻസെന്റീവ്സ് ഈ ലൂപ്പ് ഹോൾസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. സോ ഇതൊരു വൺ ആക്ട് ഓഫ് കറപ്ഷൻ ആയിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കറപ്ഷന് വേണ്ടി ഇപ്പൊ ഈ വർഷം കറപ്റ്റ് ആയ ആൾക്കാരെ അല്ലെങ്കിൽ പേപ്പർ ലീക്ക് ചെയ്ത ആൾക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം വേറെ ആരെങ്കിലും ഈ കറപ്ഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ പിടിക്കപ്പെടും, പിടിക്കപ്പെടില്ലായിരിക്കും, അങ്ങനെ സംഭവമായിരിക്കും. വേറൊരു സംഭവം നമ്മളിവിടെ വരികയാണെങ്കിൽ ഞാനും ആനന്ദും ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇതിനു മുമ്പ് മെഡിക്കൽ എൻട്രൻസ് എക്സാംസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പല സ്റ്റേറ്റുകൾക്കും പല മെഡിക്കൽ എൻട്രൻസ് എക്സാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പില് പേപ്പർ ലീക്കോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നാൽ അവിടെയും നടക്കാൻ സാധ്യതയുണ്ട്, നടന്ന കേസുകൾ നമുക്കറിയായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ
ഇത് ഒരു സ്റ്റേറ്റിലുള്ള പിള്ളാരെ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതിയ പിള്ളാരെ മാത്രമേ അത് അഫക്ട് ചെയ്യുന്നുള്ളൂ. ഇന്ത്യ മുഴുവൻ ഇത് അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടിയാണ്. റൈറ്റ്? അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കും ഇന്ത്യ മുഴുവൻ അഫക്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാള് പേപ്പർ ലീക്ക് നടത്തി കഴിഞ്ഞാൽ അത്രയും പിള്ളേരെ അഫക്ട് ചെയ്യുകയാണെന്ന് ഒരു സൈഡിൽ നമുക്ക് ചിന്തിക്കാം. മറ്റേ സൈഡിൽ അത്രയും പൈസ അയാൾക്ക് ഉണ്ടാക്കാം എന്നും കൂടെയാണ് മറ്റേ സൈഡുള്ളത്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ചോയ്സ് തിയറി പറയുന്നത് ബ്യൂറോക്രാറ്റ്സിനെയും പേരൻസിനെയും ഈ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം അവരുടെ ഇൻസെന്റീവ്സിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ഹൈ സ്റ്റേക്സ് ആയിട്ടൊരു എക്സാമും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റമും ഉണ്ടാക്കുകയാണെങ്കിൽ അത് കറപ്റ്റ് ചെയ്യപ്പെടാനും നമ്മൾ വ്യക്തമായ അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസും ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സും ഉണ്ടാക്കിയില്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഇൻസെന്റീവ്സിന്റെ ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ ആനന്ദി. അപ്പൊ നമ്മള് നീറ്റിന്റെ ഒരു ഹിസ്റ്ററിനെ പറ്റി മനസ്സിലാക്കി. ഇൻസെന്റീവ്സ് പബ്ലിക് ചോയ്സ് തിയറിയിലൂടെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ഒരു പോളിസി ഇഷ്യൂവിനെ പറ്റി മനസ്സിലാക്കാന്ന് നമ്മൾ നോക്കി. ഇത് കൂടാതെ ഈ ഇന്ത്യയിലെ ഒരു മെഡിക്കൽ സീറ്റ്സിന്റെ ഒരു അവൈലബിലിറ്റിയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജുകളായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഈ ഒരു സിസ്റ്റത്തെ ഹൈ സ്റ്റേക്സ് ആക്കുന്നതിൽ ഒരു റോള് വഹിക്കുന്നില്ലേ? അതിനെപ്പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? ഞാനും സോനലും ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഈ സംഭവം ഡിസ്കസും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഒരു സിമിലർ ടൈപ്പ് ഓഫ് ഇഷ്യൂ എഞ്ചിനീയറിംഗ് എൻട്രൻസിനൊന്നും ഉണ്ടാവുന്നില്ല. ജെഇ നമ്മളങ്ങനെ കാണുന്നില്ല അത്രയധികം പേപ്പർ ലീക്ക് ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ. ജെഇ ഇൻഫാക്ട് നടത്തുന്നത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. അപ്പോ ഉം. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഇ ഐഐടിസും എൻഐടിസിലേക്കുമുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ കുറെ റീജിയണൽ എൻട്രൻസ് എക്സാമിനേഷൻസ് നടക്കാറുണ്ട് എഞ്ചിനീയറിംഗ് സീറ്റ്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് സീറ്റ്സും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ആ ഒരു ഫാക്ടറും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജെഇയിൽ അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ അത്രയധികം റിസ്ക്കും ഹൈ സ്റ്റേക്സും അല്ല ജെഇയിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറെ അധികം എഞ്ചിനീയറിംഗ് കോളേജസ് ഉള്ളതുകൊണ്ട്. ഉം ആ ഉം. ഒരു സംഭവം നമ്മൾ മെഡിക്കൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സീറ്റ്സിന്റെ അവൈലബിലിറ്റി എന്നെ എപ്പോഴും അമ്പരിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഒരു പാരഡോക്സ് പോലെയാണ്. കാരണം നമ്മൾ വേൾഡ് ബാങ്കിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട് കുറച്ചു കാലം മുന്നേ വന്നത്. അത് പറയുന്നത് ഇന്ത്യയിൽ 1000 പേർക്ക് 0.7 ഡോക്ടേഴ്സ് ആണുള്ളത്. ഒരു ഡോക്ടർ പോലും ഇല്ല 1000 പേരെ ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഒരു റേഷ്യോ. പൊതുവെ ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത് 1.7 ഡോക്ടേഴ്സ് 1.7 ഡോക്ടേഴ്സ് 1000 പേർക്ക് എന്നുള്ള രീതിയിലാണ് ഗ്ലോബൽ ആവറേജ് വരുന്നത്. ഗ്ലോബൽ ആവറേജിനേക്കാളൊക്കെ വളരെ വളരെ കുറവാണ് ഇന്ത്യയിലുള്ള ഡോക്ടർമാരുടെ അവൈലബിലിറ്റി എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്. കുറച്ചു കാലം മുന്നേ 2024 ഇവൈ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഡീകോഡിംഗ് ഇന്ത്യസ് ഹെൽത്ത് കെയർ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരതിൽ ഉം ഉം. പറയുന്നത് ഇന്ത്യ ഇനിയും 27 ലക്ഷം ഡോക്ടർമാരെ കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ വിഷൻസ് ഒക്കെ മീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. നമുക്കപ്പോൾ ഉം. അത്രയധികം ഡോക്ടർമാരുടെ ആവശ്യകത ഇന്ത്യയിലുണ്ട്. അതേസമയം ഉം. നമ്മൾ ഈ കുട്ടികളൊക്കെ എക്സാം എഴുതാൻ വരുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 23 ലക്ഷം പേരൊക്കെയാണ് ഓരോ കൊല്ലവും നീറ്റൊക്കെ എഴുതാൻ വരുന്നത്. അപ്പൊ അത്രയധികം കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്. പക്ഷേ എന്തോ ഒരു സംഭവം കൊണ്ട് ഈ സപ്ലൈയും ഡിമാൻഡും ഒന്നും മീറ്റ് ആവുന്നില്ല ഇവിടെ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾക്ക് ആവശ്യമുണ്ട്, കുട്ടികൾക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. പക്ഷെ എന്തോ കാരണം കൊണ്ട് ആ ഇൻട്രസ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉയരുന്നില്ല അല്ലെങ്കിൽ വരുന്നില്ല എന്നുള്ളത്. അത് ഒരു ട്രാപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ഉണ്ടാവുന്നത് ഇന്ത്യയുടെ ഉം. മെഡിക്കൽ സീറ്റ്സ് നോക്കുമ്പോഴാണ്. കാരണം ഇന്ത്യയിലെ മെഡിക്കൽ സീറ്റ്സ് സോണിൽ നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷത്തിന്റെ അടുത്തൊക്കെയാണ് മെഡിക്കൽ സീറ്റ്സ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഗവൺമെന്റ് കോളേജിലെ സീറ്റ്സ് 60,000 ആ റേഞ്ച് ഒക്കെയാണ് യൂഷ്വലി വരാറുള്ളത്. ഉം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. ഞാനൊരു ഉം. ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കും ഇത്രയധികം ഹൈ സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ഉള്ള സമയത്ത് കുറെ അധികം പേര് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത്രയധികം സീറ്റ് ഇല്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് നല്ല ഫീസ് ചാർജ് ചെയ്താൽ പോരെ എന്നുള്ളത് ഉം. ആരായാലും ആലോചിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങാത്തത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഉം. ഈ മാനേജ്മെന്റ് കോട്ടയുള്ള മെഡിക്കൽ സീറ്റ്സ് 50 ലക്ഷം ഒക്കെ ഓരോ കൊല്ലവും ഫീസ് ചാർജ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഉം. എന്തുകൊണ്ട് ആൾക്കാർ കൂടുതൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് തുടങ്ങുന്നില്ല? അതിന്റെ ഒരു ഉം. ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഗുലേഷൻസ് ആണ്. ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. ഇപ്പോൾ കുറെ അധികം ലൈസൻസുകളും കുറെ അധികം പെർമിറ്റുകളൊക്കെ ആവശ്യമുണ്ട്. അതിന്റെ കൂടെ ഉം. തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലും അതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതും വെറും ഉം. ഹോസ്പിറ്റൽ അല്ല, സ്പെഷ്യലൈസേഷൻസ് ഒക്കെയുള്ള ഹോസ്പിറ്റൽ ഉം. വേണം എന്നുള്ളതാണ് പൊതുവെയുള്ള ക്രൈറ്റീരിയ. ഇതൊക്കെ ഈ പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കുന്നതാണ്. ഒരു മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതേപോലെ ഉം. തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ഇത് പ്രണയ് കൊട്ടസ്ഥാനെ ഒരു ആർട്ടിക്കിളിലൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ ആർട്ടിക്കിൾ ഷെയർ ചെയ്യാം. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ആണ്.
പുള്ളി ഹുഹു. പറയുന്നത് ചൈനയില് ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ 3.5 ടൈംസ് കൂടുതലാണ് മെഡിക്കൽ സീറ്റ്സ് എന്നുള്ളതാണ് ഹും. പറയുന്നത്. ഹും. ഇന്ത്യനെക്കാളും 3 ഇരട്ടി, 3.5 ഇരട്ടിയൊക്കെ കൂടുതലാണ് അവരുടെ മെഡിക്കൽ സീറ്റുകൾ. പക്ഷെ ഹും. അവർക്ക് 170 കോളേജ് കുറവേ ഉള്ളൂ. ഇന്ത്യക്കാണ് കൂടുതൽ മെഡിക്കൽ കോളേജ് ഉള്ളത്. ഹും. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ചൈനക്ക് മെഡിക്കൽ കോളേജുകൾ കുറവാണ്. പക്ഷെ ഇന്ത്യനേക്കാളും 3 ഇരട്ടി മെഡിക്കൽ സീറ്റ്സ് ഉണ്ട്. സീറ്റുണ്ട്. അപ്പോ ഉം. ഓരോ കോളേജിലും അത്രയധികം മെഡിക്കൽ സീറ്റുകൾ ഉള്ളതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യയെ ഉം. സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു ചാലഞ്ച് ഉണ്ട്. ഓരോ കോളേജിനും അവരുടെ നമ്പർ ഓഫ് മെഡിക്കൽ സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് അഗെയിൻ ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. ഇത് ഓരോ നമ്പർ ഓഫ് സീറ്റ്സിനനുസരിച്ചിട്ടാണ് കംപ്ലയൻസ് ഇൻക്രീസ് ചെയ്യുക. 50 സീറ്റ് ആണെങ്കിൽ ഇത്ര കംപ്ലയൻസ്, 100 സീറ്റ് ഉം. ആണെങ്കിൽ അത് പിന്നെയും കൂടും, 150 ഉം. ആണെങ്കിൽ പിന്നെയും കൂടും. അപ്പൊ ഈ സീറ്റുകൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ് ഇന്ത്യയിൽ. അതുകൊണ്ട് ഓരോ ഹുഹു. മെഡിക്കൽ കോളേജിനും സീറ്റ് ഇൻക്രീസ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഉം. ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ ടോട്ടൽ മെഡിക്കൽ സീറ്റ്സ് എപ്പോഴും ഓരോ കൊല്ലവും ഭയങ്കര കുറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം കുട്ടികൾ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ മെഡിക്കൽ സീറ്റ്സ് കുറവാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉം. മെഡിക്കൽ സീറ്റ്സ് ഒക്കെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കോമ്പറ്റീഷൻ കുറച്ചും കൂടി കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഉം. 23,00,000 പേര് 1,00,000 സീറ്റുകൾക്കും 60,000 സീറ്റുകൾക്കൊക്കെ വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഉം. 23,00,000 പേര് ചിലപ്പോൾ 5,00,000 സീറ്റുകൾക്കാണ് കമ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ കോമ്പറ്റീഷൻ കുറയാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉം. പക്ഷേ അഗെയിൻ ഈ സീറ്റ്സ് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ചെറിയ രീതിയിൽ റെഗുലേഷൻസ് ഒക്കെ കുറച്ചിട്ട് സീറ്റ് ഇൻക്രീസ് ചെയ്യേണ്ട പദ്ധതികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് അങ്ങനത്തെ ഒരു വിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉം. ഇതൊരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. പതുക്കെ ഇമ്പ്രൂവ് ആവുന്ന ഒരു സംഭവമാണ്. ഫോർ ദ ഉം. ടൈം ബീങ് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നീറ്റിന്റെ കേസിൽ എന്നൊക്കെയുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഈ സീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഈ പ്രോബ്ലം കുറെയൊക്കെ സോൾവ് ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് സോനലിനുള്ള ഐഡിയാസ്? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതായത് നമ്മള് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പഴും ഇൻസെന്റിവ്സും അതേസമയം പബ്ലിക് ചോയ്സ് തിയറിയുടെ ഐഡിയാസും നമ്മള് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ. ഞാൻ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞാനായിരുന്നു ഇപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളെങ്കിൽ റൈറ്റ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കും. റൈറ്റ്. സോ പൊതുവേ നമ്മൾ അത്രയും വലിയൊരു പവർഫുൾ പൊസിഷനിലിരിക്കുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ പൊസിഷനിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടോ അങ്ങനെ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഓക്കെ എന്തോരം എക്സാംസ് ആണ് ഇന്ത്യയിൽ ഇതിനെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് ഒറ്റൊരു എക്സാം ആക്കി മാറ്റി സ്റ്റുഡൻസിന് ലൈഫ് എളുപ്പമാക്കാം. നല്ല ഇന്റൻഷൻസ് ആണ്. എളുപ്പമാക്കി മാറ്റി നമുക്കൊരു സാധനം ചെയ്യാം. അങ്ങനെ ഞാനൊരു ഏജൻസി ഉണ്ടാക്കി കറക്റ്റ് റൂൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം എളുപ്പത്തിൽ നടക്കേണ്ടതല്ലേ. പക്ഷെ ഇങ്ങനെ നടക്കണം എന്നില്ല. റൈറ്റ്. അത്ര എളുപ്പമല്ല അങ്ങനെ പെട്ടെന്നൊരു ട്രാൻസിഷൻ കൊണ്ടുവരിക എന്നുള്ളത്. ആ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഇൻസെന്റിവ്സ്, ആ സിസ്റ്റം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൾച്ചർ, അവിടുത്തെ ആൾക്കാരുടെ സെൽഫ് ഇൻട്രസ്റ്റുകൾ, ഇതിനെല്ലാം അലൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു സിസ്റ്റമേ നമുക്ക് എപ്പോഴും ഡിസൈൻ ചെയ്താൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് നടക്കണമെന്നില്ല. റൈറ്റ്. അപ്പോൾ അവിടെ കറക്റ്റ് ഓവർസൈറ്റ് മെക്കാനിസംസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ്സിനെ അതിനൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആക്കാനോ അല്ലെങ്കിൽ ഈ പേപ്പർ ലീക്കുകൾ തടയാനുള്ള വേറെ മെക്കാനിസംസ് ഫോർ എക്സാമ്പിൾ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാനോ കമ്പ്യൂട്ടറൈസ് ടെസ്റ്റുകൾ ചെയ്യാൻ അങ്ങനെ പലരും പറയുന്നുണ്ട് കമ്പ്യൂട്ടറൈസ് ടെസ്റ്റുകളെ പറ്റി. അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മെക്കാനിസം സെറ്റ് ചെയ്യാൻ ഇൻസെന്റീവ്സിനെ പറ്റി ചിന്തിക്കാൻ ആൾക്കാർ ഇതിനെ കറപ്റ്റ് ചെയ്യാനുള്ള വഴികൾ നോക്കും എന്നതിനെ ഫാക്ടർ ചെയ്തുകൊണ്ട് അതിനെയും കൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു ബ്രോഡർ സൊല്യൂഷൻ ആയിട്ട് ഞാൻ ചിന്തിക്കുന്നത്. അത് വളരെ പ്ലെയിൻ ആയി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ NTA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എസ്പെഷ്യലി മെഡിക്കൽ എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടാക്കിയതിനകത്ത് അത് അവർ ചെയ്തിട്ടില്ല. സോ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോനിൽ പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നീറ്റ് എക്സാമിന്റെ അപ്പൊ ഈ സ്ട്രക്ചർ ചെറുതായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് Yeah. ഇത്രയധികം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേപ്പർ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 23,00,000 കുട്ടികളൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്. അവരുടെ ഉം. എല്ലാവരുടെയും ഭാവിയും ജീവിതവും ഒക്കെയാണ് നമ്മൾ തകർക്കുന്നത്. അപ്പോ ഇത്രയധികം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആദ്യം തന്നെ വേണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഉം. പഴയ പോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഓരോ സ്റ്റേറ്റ്സും അവരുടെ ഇൻഡിവിജ്വൽ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ നടത്തുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ്. കാരണം ഇതിന്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ. അപ്പോ അതൊന്ന് ആലോചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതും അഗൈൻ ഒരു Yeah. പെർഫെക്റ്റ് സൊല്യൂഷൻ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഈ ഉം. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന അത്രയും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു ഡീസെൻട്രലൈസ് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. അത്ര അതിനകത്ത് ഉം, അതിനകത്ത് ഞാനൊരു പോയിന്റ് എനിക്ക് തോന്നിയൊരു കാര്യം ആഡ് ഉം, ചെയ്യാന്ന് വിചാരിക്കുകയായിരുന്നു. നമ്മുടെ ആർട്ടിക്കിളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉം, ഈ ഡീസെൻട്രലൈസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്
ഒരുപക്ഷെ പല സ്റ്റേറ്റ്സ് നമുക്കിത് കുറച്ച് ഇപ്പൊ ഇന്ത്യയിൽ മുഴുവൻ ഒരു NTA ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാം. അതിന് പകരം ഒരുപക്ഷെ സൗത്ത് ഇന്ത്യക്ക് ഒരു NTA, നോർത്ത് സ്റ്റേറ്റ്സിന് വേറൊരു NTA, അങ്ങനെ ഡിഫറന്റ് NTAs വേണമെങ്കിൽ നമുക്ക് വെക്കാം. റൈറ്റ്. അപ്പൊ എവിടെയും അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് പേപ്പറിലേക്ക് കൊണ്ടുപോയാൽ അവിടുത്തെ പിള്ളേരെ മാത്രമേ എഫക്ട് ഉം. ചെയ്യുള്ളൂ. ബാക്കിയുള്ളൊരു അറ്റ്ലീസ്റ്റ് അവരെങ്കിലും അങ്ങനെ സൂയിസൈഡ്സോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. റൈറ്റ്. അല്ലെങ്കിൽ എനിക്കിപ്പോഴും സംശയം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ പണ്ട് നീ പറഞ്ഞ പോലെ നമ്മളൊരു 5, 6 കോളേജുകളിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഒറ്റ സ്ഥലത്ത് എഴുതിയാൽ മതി എന്നുള്ളതാണ്. റൈറ്റ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയുക ഒരു ഡോക്ടർ ആവാൻ ഉള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടാന്നുള്ള കരിക്കുലം സ്റ്റാൻഡർഡൈസ്ഡ് ആണ് ഇന്ത്യ മുഴുവൻ. പക്ഷേ നമ്മൾ കരിക്കുലം സ്റ്റാൻഡർഡൈസ്ഡ് ആവുമ്പോഴും ഓരോ കോളേജിനും ഡിഫറെന്റ് കൾച്ചറാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. ഉം. നമ്മള് കോളേജുകൾക്ക് ഓട്ടോണമി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നതിലൊക്കെ പറയുന്നുണ്ട്. റൈറ്റ്. അപ്പം ഓരോ കോളേജും ഇപ്പം ഞാൻ പഠിച്ചത് കേരളത്തിലൊരു ഒരു പർട്ടിക്കുലർ കോളേജിലാണ്. ആനന്ദ് പഠിച്ചത് വേറൊരു കോളേജിലാണ്. നമ്മൾ രണ്ടുപേരുടെയും കോഴ്സ് സെയിം ആണെങ്കിലും, നമ്മൾ രണ്ടുപേരും പഠിച്ചത് സെയിം കരിക്കുലം, ഓൾമോസ്റ്റ് സിമിലർ കരിക്കുലംസ് ആണെങ്കിലും, അതെല്ലാം ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള കരിക്കുലംസ് ആണ്. ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിലും, കോളേജുകളുടെ കൾച്ചർ ഡിഫറന്റ് ആവാൻ സാധ്യതയുണ്ട്. കോളേജിലുള്ള ആക്ടിവിറ്റീസ്, അവിടെയുള്ള നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, പ്ലേസ്മെന്റുകൾ, ഇന്റേൺഷിപ്പുകൾ, അവിടുത്തെ ക്ലബ്ബുകൾ, നമുക്ക് കിട്ടുന്ന ഫെസ്റ്റുകൾ, അല്ലെങ്കിൽ ലാബിന്റെ സിറ്റുവേഷൻ, ടീച്ചേഴ്സിന്റെ റിസർച്ച് കേപ്പബിലിറ്റീസ്, അത് കാരണം സ്റ്റുഡൻസിനുണ്ടാവുന്ന ഇമ്പാക്റ്റ്, ഈ കാര്യങ്ങളെല്ലാം ഡിഫറന്റ് ആണ്. റൈറ്റ്. അതുകൊണ്ട് ഉം. തന്നെ കോളേജുകൾക്കായിട്ട് അവരുടേതായ കൾച്ചറുകളുണ്ടാവും. ആ കൾച്ചറുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. ആ കോളേജ് തമ്മിൽ അപ്പം നല്ല കൾച്ചറുള്ള കോളേജുകളിൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള കൾച്ചറുള്ള കോളേജുകളിൽ ഞാൻ പോകാൻ സാധ്യതയുണ്ട്. ആനന്ദിന് ഇഷ്ടപ്പെടുന്ന കൾച്ചറുള്ള കോളേജുകളിൽ ആനന്ദ് പോകാൻ സാധ്യതയുണ്ട്. നൗ ഇതേ സമയം ഒരു കോളേജ് അവരുടെ ഒരു കൾച്ചർ സെറ്റ് ചെയ്യുക. അതൊരു ലോങ് ടേം പ്രോസസ്സാണ് ഒരു കൾച്ചർ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അവരുടെ കൾച്ചറുമായിട്ട് അലൈൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ ആ ഉം. കോളേജിലേക്ക് എടുക്കുന്നതായിരിക്കും അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യം. റൈറ്റ്. അപ്പം നമുക്കറിയാം എൻ്റെ പല ഫ്രണ്ട്സും മെഡിക്കൽ കോളേജുകളിൽ പോയവരാണ്. എല്ലാവരുടെയും മെഡിക്കൽ കോളേജ് ട്രെയിനിങ്ങുകൾ ഒരുപക്ഷെ സിമിലർ കരിക്കുലത്തിന്റെ പുറത്താണെങ്കിലും, ചിലർക്ക് കുറച്ച് റൂറൽ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള ഓറിയന്റേഷനാണ് അവരുടെ കോളേജിൽ നിന്ന് കിട്ടുന്നത്. ചിലർക്ക് കുറച്ച് ആ കോളേജുകളിൽ സർജറി ഡിപ്പാർട്ട്മെന്റാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓറിയന്റേഷൻ, അങ്ങനത്തെ ഒരു PG ചെയ്യാനാണ് അവർക്ക് താല്പര്യം. സോ ചിലർക്ക് ഇപ്പം ഫാമിലി മെഡിസിൻ, സീനിയർ സിറ്റിസൺ കെയറിലേക്കാണ് അവരുടേത്. കാരണം അവരുടെ കോളേജിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനത്തെ കുറച്ച് കേസുകളാണ് അതിന് പ്രോമിനന്റ് ആയി നിന്നത്. സോ ഇങ്ങനത്തെ ഒരു അപ്പോൾ ഇപ്പൊ സീനിയർ സിറ്റിസണുമായിട്ട് അലൈ ചെയ്തൊരു ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ്, ഒരു കോളേജിലേക്കാണ് സ്റ്റുഡന്റ് പോകുന്നതെങ്കിൽ, ഏഹ്, ഞാൻ നീറ്റിന്റെ എക്സാം എഴുതി എനിക്ക് ആ കോളേജ് കിട്ടാനുള്ള റാങ്ക് കിട്ടി. പക്ഷെ എനിക്ക് സീനിയർ സിറ്റിസൺസിനെ കെയർ ചെയ്യുന്നതിൽ ഒരു താല്പര്യവും ഇല്ലെങ്കിൽ ഞാൻ ആ കോളേജിൽ പോകുന്നതിൽ അർത്ഥമില്ല. റൈറ്റ്. ഉം. അതേസമയം ആനന്ദിന് സീനിയർ സിറ്റിസൺ കെയറിനോട് ഒരു താല്പര്യമുള്ള ഒരു 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 വ്യക്തിയാണ്. നീ ആ കോളേജിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഈ കോളേജുകൾക്ക് പലർക്കും പല എൻട്രൻസ് എക്സാം വെക്കുന്നത് എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്, ഈ ഒരു കൾച്ചറിന്റെ ആസ്പെക്റ്റിൽ. അതാണ് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ പല സ്റ്റുഡൻസ് പല എക്സാം എഴുതണം. കോളേജുകളിൽ ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ്സിനെ പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ കോളേജ് കൾച്ചർ എന്നുള്ള ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇതിനെല്ലാം കൂടെ സെൻട്രലൈസ് ചെയ്ത് ഒരു സിസ്റ്റം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റനിയർ ഇട്ട് കഴിഞ്ഞാൽ അവരെ സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. സോ കോളേജുകൾക്ക് അവരുടെ ആൾക്കാരെ, അവർക്ക് വേണ്ട ആൾക്കാരെ എടുക്കാനുള്ള ഒരു ഓട്ടോണമി കൊടുക്കുന്നത് വിത്തിൻ റൂൾസ്, ഓട്ടോണമി കൊടുക്കുന്ന ഒരു നല്ല കാര്യമാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യത്തേ ഉള്ളൂ എന്നും കൂടെ ഒരു അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി. ഡെഫിനിറ്റ്ലി ഞാൻ എന്തായാലും എഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണത്. എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു എക്സാം സിസ്റ്റത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ എവിടെയോ ഒരു ആർട്ടിക്കിൾ എന്തോ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പത്തെ IIT-യിലേക്കുള്ള എൻട്രൻസ് സിസ്റ്റം ഇപ്പൊ നമ്മൾ ഉം. സയൻസ്, മാത്സ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉം. ശരിക്കും ഈ കുട്ടികളെ പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ ആസ് എഞ്ചിനീയേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചെയ്ത ഒരു പേപ്പറൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇൻട്രസ്റ്റിംഗ്ലി ഈ ഒരു എക്സാമിന് പകരം കടലിൽ കൂടെ നീന്തുന്ന ഒരു എക്സാമാണ് നമ്മൾ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാലും വരുന്ന കാൻഡിഡേറ്റ്സ് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വായിച്ചിരുന്നു. അപ്പോ ഏഹ്, നമ്മളുടെ ഇപ്പോഴത്തെ ഉം. എക്സാമിനേഷനും കറക്റ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സിനെ പിക്ക് ചെയ്യുന്നുണ്ടോ, മെഡിക്കൽ സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എനിക്ക് Yeah. തോന്നുന്നപ്പോ നമ്മൾ ഒന്നും കൂടി ആ പ്രോസസ്സിനെയും റീതിങ്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ടാണല്ലോ നമ്മൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എൻട്രൻസുകൾ പിക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. യാ. Yeah. അപ്പൊ ഈ എക്സിസ്റ്റിംഗ് നീറ്റിന്റെ ഉള്ളിൽ വേറൊരു സംഭവം എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേക്സ് എങ്ങനെങ്കിലും അല്ലെങ്കിൽ ഈ റിസ്ക് ഫാക്ടറുകൾ എങ്ങനെങ്കിലും കുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു 200 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 150 മിനിറ്റ് എക്സാം ആണ് ഒരു കുട്ടിയുടെ ഭാവി മുഴുവൻ നിർണ്ണയിക്കുന്നത്. ഇത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു എക്സാമുമാണ്. ഉം. അപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് വലിയൊരു റിസ്ക് അല്ലെങ്കിൽ എന്ത് വലിയൊരു സ്ട്രെസ്സിലൂടെയാണ് ഓരോ കുട്ടിയും കടന്നു പോകുന്നത് എന്നുള്ളത്. ആ ഉം. ദിവസം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരണം. വേറെ അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. മൂഡും മൈൻഡും ഒക്കെ സ്റ്റേബിൾ ആവണം ആ സമയത്ത്.
അങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ആ കൊല്ലത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാലോ, പിന്നെയും ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം അടുത്ത എക്സാം വരാൻ വേണ്ടിയിട്ട്. അപ്പോ ഉം. അത്രയധികം ഒരു റിസ്ക് ഫാക്ടർ നമുക്ക് എങ്ങനെയെങ്കിലും കുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഉം. ആലോചിക്കുന്നത്. ചിലപ്പോ ഓരോ കൊല്ലവും 2 എക്സാം വെച്ചിട്ടോ 3 എക്സാം വെച്ചിട്ടോ നടത്തുന്ന ഒരു സിസ്റ്റം അങ്ങോട്ടാക്കുക. അതുവഴി നമുക്ക് വേണമെങ്കിൽ സീറ്റ്സും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയിൽ 2 ടൈപ്പ് ഓഫ് എൻട്രൻസ് വിൻഡോസ് ഉണ്ട്. നമ്മൾ സമ്മർ ഉം. വിൻഡോവും ഓട്ടം വിൻഡോ എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ ഉം. ഉം. 2 ടൈം പീരീഡിലായിട്ട് എൻട്രൻസ് എക്സാം വെക്കുക. അപ്പോ നമുക്ക് സീറ്റ്സും വേണമെങ്കിൽ ഡബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ മെഡിക്കൽ കോളേജിലെയും. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ റിസ്ക് ഫാക്ടർ കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ റിസ്ക് ഫാക്ടറും ആ കോമ്പറ്റീഷൻ എലമെന്റും കുറച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കറപ്ഷനും കുറയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ എക്സിസ്റ്റിംഗ് സീറ്റ്സ് എങ്ങനെയെങ്കിലും ഈസിലി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കോളേജസിനും അവരുടെ സീറ്റ് എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക എന്നുള്ളത് അത് കുറച്ചും കൂടി ഈസി ആക്കി കൊടുക്കുക. Yeah. ചൈനയൊക്കെ ഇപ്പൊ നമ്മളെക്കാൾ 3 ഇരട്ടി സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അത്രയധികം കുട്ടികളെ ഒരു ക്യാമ്പസിലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലും നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പറ്റും. അതിന്റെ സിസ്റ്റം ഒക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോ അതൊന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുക. എങ്ങനെയെങ്കിലും എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജസിനെങ്കിലും സീറ്റ് ഇംപ്രൂവ് ചെയ്യുന്നത് കുറച്ചൊരു ഈസി പ്രോസസ് ആക്കി കൊടുക്കുക എന്നുള്ളത് ഞാൻ Mhm. ആലോചിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി ആ എക്സാം സിസ്റ്റത്തിനെ കുറച്ചും കൂടി മാറ്റുക. കുറച്ചും കൂടി കോമ്പറ്റീഷൻ കുറക്കുക, സ്റ്റേക്സ് കുറക്കുക, അതിന്റെ റിസ്ക് ഫാക്ടറുകൾ കുറക്കുക. അതൊക്കെ വഴി ചിലപ്പോൾ നമുക്ക് കറപ്ഷനും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. യെപ്പ്. Yeah. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നീറ്റിന്റെ ഇഷ്യൂസും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചെയ്തതും ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിനകത്തുള്ള കുറച്ച് സ്ട്രക്ചറൽ പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. എങ്കിലും എത്രയും പെട്ടെന്ന് അതിന്റെ റീടെസ്റ്റ് നടക്കുമെന്നും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് അവർക്കൊരു റിസൾട്ട് കിട്ടാനും അവർക്ക് ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യണോ അതോ അടുത്ത കോളേജിലോട്ട് പോകണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവർക്ക് പെട്ടെന്ന് പറ്റും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വർഷങ്ങളിൽ ഇങ്ങനെ ഒരു പേപ്പറിലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഇൻസെന്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ ഈവൻ സീറ്റുകൾ കൂടാനുള്ള റെഗുലേഷൻസിനകത്ത് കുറച്ച് ഈസിങ് കൊണ്ടുവരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും വർഷങ്ങളിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ്സിൽ നോട്ട് ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.